അലങ്കരിക്കുന്നത് പ്രൊഫസർ എം ചന്ദ്രബാബു അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. കാരണം അതുപോലെ പ്രഭാഷകനും ഒക്കെയായ ഈ സ്ഥാപനത്തിൻ്റെ മെമ്പർ സെക്രട്ടറിയായ ഡോക്ടർ നായർ സാർ, ശ്രീമതി രാധാമണി, ശ്രീമതി മോഹന സുരേഷ്, ശ്രീ ഒ പി വിശ്വനാഥൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയങ്കരായിട്ടുള്ള സഹൃദയരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് തെയ്യാട്ടം എന്ന പേരിൽ ശ്രീമതി മോഹനാസുടെ പ്രസിദ്ധീകരിച്ച് അതിൻ്റെ പ്രകാശനം നിർവഹിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പുസ്തകത്തിലേക്ക് കടക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അത്തരം വർത്തമാനത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ നിരവധിയായിട്ടുള്ള പുസ്തക പ്രകാശന ചടങ്ങുകളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ കുറച്ച് ഓഡിയൻസ് ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. പലയിടത്തും അങ്ങനെ ഉണ്ടാവാറില്ല. അവര് പുസ്തകം എഴുതിയ ആളും സ്വീകരിക്കുന്ന ശ്രീ പ്രമോദ് പയ്യന്നൂരിൻ്റെ പ്രധാന അടുത്ത് ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർക്ക് പ്രമോദ് പയ്യന്നൂർ പ്രധാന സമർപ്പിക്കും. പ്രധാനം സമർപ്പിക്കും. അടുത്ത ശ്രീമതി ഗീത. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീമതി മോഹന സുരേഷ്, ഇവിടെ ഈശ്വര പ്രാർത്ഥന നടത്തിയ കുമാരി ധന്യ എസ് എ, സ്വാഗതം ആശംസിച്ച ശ്രീമതി ഗീത നായർ, അതുപോലെ തന്നെ പുസ്തക പരിചയം നടത്തുന്ന എഴുത്തുകാരിയും അധ്യാപികയുമായ ഡോക്ടർ അനിത ഹരി, ആശംസകൾ അർപ്പിക്കുന്ന എനിക്ക് ഗുരുനാഥനെ പോലെ പ്രിയപ്പെട്ട ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാർ, ആശംസകൾ നേരുന്ന ശ്രീമതി രാധാമണി അവർക്ക്, അതുപോലെ തന്നെ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ഒ പി വിശ്വനാഥൻ, സദസ്സിലെ ഏറെ പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധേയമായിട്ടുള്ള വ്യക്തിത്വമാണ് സദസ്സിന്റെ മുൻനിരയിലും പിൻനിരയിലും ഒക്കെ ഇരിക്കുന്നത്. ഇവരുടെ കുട്ടികളെ പറ്റി വളർത്തേണ്ടവരാണ് എന്നുമുള്ള അധമബോധമുണ്ടായിരുന്ന പുരുഷാധിപത്യത്തിന്റെ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഉച്ചിര എന്ന് പറയുന്ന വളരെ തന്റേടിയായ ദീക്ഷണാശാലിയായ ഒരു പെൺകുട്ടി ഈ വാദപ്രതിവാദത്തിൽ എനിക്കും പങ്കെടുക്കണം എന്ന് പറയുന്നത്. ഇവരെ ആദ്യം പരിഹസിച്ചയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ചെങ്കിൽ പൊറുക്കുക. ചില കാര്യങ്ങൾ പറയുമ്പോൾ വാചാലരാകി പോകുന്നത് അത് നമ്മുടെ മണ്ണിന്റെ അടയാളങ്ങൾ കൂടിയാകുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹം, നന്മ. അതിൻ്റെ അകം നോക്കുക. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിൻ്റെ ലേഔട്ടും കാര്യങ്ങളും മുഖചിത്രവും. ഈ ചിത്രം എൻ്റെ കൈവശമുണ്ട്, ഈ മുഖചിത്രം. അപ്പോൾ അങ്ങനെ നമുക്കറിയാം, 10 പൈസ മുതൽ 10 രൂപ മുതൽ 100 രൂപ മുതൽ 1000 രൂപ മുതൽ 5000 രൂപ വിലയുള്ള പുസ്തകങ്ങൾ വരെ പ്രഭാത് ബുക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് പുസ്തക പ്രസാധന ചരിത്രത്തിൽ ഒരു മൊബൈൽ ലൈബ്രറി അല്ലെങ്കിൽ ഒരു മൊബൈൽ ബസ് ലൈബ്രറി സൃഷ്ടിച്ചത്, ഒരു ഗ്രന്ഥശാല, ചലിക്കുന്ന ഗ്രന്ഥശാല കേരളത്തിൽ സൃഷ്ടിച്ച പ്രഭാതാണ് ആദ്യമായിട്ട്. നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പുസ്തകം ബസ്സിൽ കയറ്റി പുറകിലൂടെയും മുൻവശത്തിലൂടെയും. പുസ്തക പ്രകാശനം നിർവഹിച്ച് വേദി ധന്യമാക്കിയ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് DK പ്രശാന്ത് അവർ, പുസ്തക സ്വീകാര്യം നടത്തിയ സെക്രട്ടറി എഴുത്തുകാരനൊക്കെയായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ സാർ, സ്വാഗതം പറഞ്ഞ കളത്തട്ടിൻ്റെ പ്രിയ സാരഥി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗീത നായർ, ആശംസകൾ അർപ്പിച്ച കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാർ, ഇനി ആശംസകൾ അർപ്പിക്കുന്ന ദേവകി വാര്യർ ഫൗണ്ടർ പ്രസിഡന്റ് ശ്രീമതി രാധാമണി മേഡം, ഇന്നത്തെ പുസ്തക രചയിതാവ് നമ്മുടെ പ്രിയപ്പെട്ട മോഹന സുരേഷ്, ഈശ്വര പ്രാർത്ഥന കൊണ്ട് ആരംഭം കുറിച്ച കുമാരി ധന്യ, കൃതജ്ഞത പറയുന്ന പ്രഭാത്
സാംസ്കാരിക സംഘം സെക്രട്ടറി ശ്രീ OP വിശ്വനാഥൻ സാർ, പിന്നെ ഈ വേദിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് എൻ്റെ കളത്തട്ട് കൂട്ടുകാർക്ക് എല്ലാവരും ഇന്നിവിടെ ഈ വേദി ധന്യമാക്കുന്നതിന് എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാ പ്രിയ സൗഹൃദങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. മോഹന സുരേഷിൻ്റെ ഈ തെയ്യാട്ടം എന്ന പുസ്തകം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യത്തോടെ അത് എടുക്കാൻ തോന്നിയതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഒന്ന്, മോഹനയോടുള്ള ആ ഒരു ഇഷ്ടം. പിന്നെ അപ്പോൾ വരുമ്പം കളത്തട്ടിൻ്റെ എല്ലാവരെയും ഒന്ന് കാണാം. ഒത്തിരി ദൂരെ നിന്ന് പോലെ എറണാകുളത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്. സ്ത്രീകളുടെ ഒരു ശക്തമായ നമ്മുടെ പ്രശ്നങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും എഴുത്തും വായനയൊക്കെ പങ്കുവയ്ക്കുന്ന മനോഹരമായ ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട് കളത്തട്ട്. അതിൻ്റെ ഫൗണ്ടറാണ് ഗീത എന്ന് പറയുന്നത്. ഇതെല്ലാം കളത്തട്ട് നമ്മുടെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയാം. അത്തരത്തിൽ വിവിധ പ്രവർത്തനങ്ങളിലൂടെ കലയും സാഹിത്യവും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വിട്ടുപോകുന്നതിന് മുമ്പ് ആദ്യമേ അത് പറഞ്ഞത്. ഇപ്പം എല്ലാവരെയും ഒന്ന് കാണാം. പിന്നെ ഒന്ന്, തെയ്യം എന്ന് പറയുമ്പോൾ എനിക്കൊരു ഉൾവിളിയാണ്. കാരണം കുറേ കാലം ഞാനും അതിനു വേണ്ടി അതിൻ്റെ പിന്നാലെ കൂടി ഇറങ്ങിത്തിരിച്ച ഒരു കാലം എനിക്ക് ഉണ്ടായിരുന്നു. ഒത്തിരി കാലം അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂർ, കാസർഗോഡ് ഒക്കെ എത്രയും ഉൾക്കൊണ്ട് തന്നെ പഠനത്തിനായി നടന്ന ഒരു കാലം. തീർച്ചയായും മനസ്സിൽ നിന്ന് മായാത്ത ഒത്തിരി കാര്യങ്ങൾ ആ കല നമ്മൾ കണ്ട് അനുഭവിക്കണം. എനിക്ക് തോന്നുന്നു ആ നാട്ടിൽ ജനിച്ച ഒരാളുടെ അനുഭവത്തിൻ്റെ അത്ര തീക്ഷ്ണത എനിക്ക് കിട്ടില്ല. എങ്കിലും പഠിക്കാൻ വേണ്ടി ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെയൊക്കെ കണ്ണൂരും കാസർഗോഡും ആ പ്രദേശത്തൊക്കെ സഞ്ചരിച്ചു. എൻ്റെ ഗവേഷണ വിഷയത്തിൽ തെയ്യം ഉൾപ്പെട്ടിരുന്നു. സ്ത്രീ സ്വത്വബോധം കേരളീയ അനുഷ്ഠാന കലകളിൽ തിരഞ്ഞെടുത്ത കലകളെ ആസ്പദമാക്കിയ ഒരു പഠനം എന്നതായിരുന്നു വിഷയം. അതിൽ മാതൃദേവതാ സങ്കല്പത്തെ ആധാരമാക്കി കാളിയൂട്ട് മുതൽ എല്ലാ കേരളത്തിലൊട്ടാകെയുള്ള കാളിയൂട്ട്, പിന്നീട് പടയണി, അത് കഴിഞ്ഞ് മുടിയേറ്റ്, തെയ്യം തുടങ്ങിയ അനുഷ്ഠാന കലകളിലെ സ്ത്രീ സ്വത്വാവിഷ്കാരം കണ്ടെത്തുക എന്നതായിരുന്നു എൻ്റെ ജോലി. തൃശ്ശൂർ അവിടെ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ ആയിരുന്നപ്പോൾ മുടിയേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ കലാകാരന്മാർ ഓരോരുത്തരെയും കാണുമ്പോൾ ഓടി പിന്നാലെ കൂടി അങ്ങനെയുള്ള ഒരു സമയം. അങ്ങനെ ഞാൻ കണ്ണൂർ, കാസർഗോഡൊക്കെ പോയി, കണ്ണൂർ പയ്യന്നൂർ കോളേജിലൊക്കെ വന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്യാനും പ്രബന്ധം അവതരിപ്പിക്കുവാനൊക്കെയുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. തീസിസിലെ 3ാമത്തെ ചാപ്റ്റർ 500 പേജുള്ള ഒരു പ്രബന്ധം തീസിസാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്തത്. പക്ഷേ അതിനുവേണ്ടി അങ്ങ് വീണു എന്ന് പറയണം. അങ്ങനെ തീസിസിലെ 3ാമത്തെ ചാപ്റ്റർ മുഴുവൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് അതിനുവേണ്ടി പഠിച്ച കാര്യങ്ങളൊക്കെ ഈ മോഹന സുരേഷിൻ്റെ ഈ തെയ്യാട്ടം കിട്ടിയപ്പോൾ വീണ്ടും ഓർക്കാനിടയായി. സാറ് പറഞ്ഞതുപോലെ ഒരു തെക്കൻകാരി വടക്കിൻ്റെ കലാരൂപമായ തെയ്യത്തെ പോയി കണ്ട് അറിഞ്ഞ് പഠിച്ച് ഇത്തരം ഒരു കൃതി രചിച്ചിരിക്കുന്നത് എന്ന് കേട്ടപ്പോൾ തീർച്ചയായിട്ടും പ്രശംസനീയമാണ്. അപ്പോൾ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ സാർ തന്നെ അതിൽ അവതാരികയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സാർ പറഞ്ഞത് ആകർഷകമായ ലേ ഔട്ടോടുകൂടി പ്രഭാത് ബുക്സ് ഭംഗിയായിട്ട് ഏറ്റവും ആകർഷകമായ രീതിയിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പഠിതാക്കൾക്കും ഗവേഷകർക്കും അധ്യാപകർക്കും ഒക്കെ. അപ്പം ഞാൻ പ്രൈമറി ക്ലാസ് തൊട്ട് പഠിപ്പിച്ച് വന്നുകൊണ്ട് ഇപ്പോഴും നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിലും ഒക്കെ കലകൾ കടന്നു വരുന്നുണ്ട്. കരുവന്നൂർ വീരൻ തെയ്യമൊക്കെ പഠിപ്പിക്കാനുണ്ട്. തെയ്യത്തിൻ്റെ വിവിധ വിഭാഗങ്ങളൊക്കെ പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഏറെ ഇത് പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ മോഹന സുരേഷിനെ കളത്തട്ട് ഫൗണ്ടേഷനിലൂടെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. അതിനാൽ നേരത്തെ തന്നെ ആ എഴുത്തു വഴികളൊക്കെ എനിക്ക് പരിചിതമാണ്. നേരത്തെ സ്വപ്നം എന്ന് പറയുന്ന കവിതാ സമാഹാരം, അതിലൊരു കവിതയൊക്കെ ആദ്യം എനിക്ക് ഞാനങ്ങനെ ചൊല്ലിയിട്ടുകൊണ്ടാണ് കടന്നു വന്നത്, അറിഞ്ഞത് മോഹന സുരേഷിനെ. പൊൻപുലരി കവിതാ സമാഹാരങ്ങളുണ്ട്, പിന്നെ അമ്മ മനസ്സ് കഥാസമാഹാരങ്ങളും, അതിലും പുസ്തക പരിചയം നടത്താൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മോഹന സുരേഷിൽ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സൂക്ഷ്മഗ്രഹണ പാടവമാണ്. യാത്രാവിവരണമൊക്കെ വളരെ മനോഹരമായി എഴുതുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും നമ്മൾ നടത്തിയ ഒരു യാത്ര ഓർത്തു പോകുന്നതാണ്. നമ്മൾ പോയ ഒരു യാത്രയെക്കുറിച്ച് പോകുന്ന യാത്ര ഓർമ്മയാണ്. അപ്പോൾ അന്ന് നമ്മൾ പോയ സംഭവം അതിൽ കുറിച്ചിട്ടു, ഫോട്ടോയും അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടതേ ഉള്ളൂ. പക്ഷെ എങ്ങനെ എത്ര ഉൾക്കാഴ്ചയോടെയാണ് അത് മനോഹരമായ ഒരു യാത്രാ വിവരണമാക്കി മോഹൻ അവതരിപ്പിച്ചത്. ശരിക്കും തീർത്തും അഭിനന്ദനീയമാണ്. നല്ലൊരു സർഗാത്മകത, എഴുത്തുകാരി അന്നേ ഉറഞ്ഞു കിടന്നു. അപ്പോൾ അത് വിവിധ വിഭാഗങ്ങളിലേക്ക്, ഞാൻ പറഞ്ഞത് കവിതയിൽ നിന്ന്, കഥയിൽ നിന്ന്, ഇപ്പം എന്താ വീണ്ടും പഠനത്തിലേക്ക് ഒരു കാര്യം കണ്ട അത് പോയി പഠിച്ച് എഴുതി. എനിക്ക് തോന്നുന്നു അന്ന് മോഹനായിട്ട് ആ വോയിസിനെ ഞാൻ എടുത്ത് ഈ ചിത്രങ്ങളൊക്കെ കൂടെ ചേർത്ത് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കടന്നു പോകുന്ന വഴികളെ അടയാളപ്പെടുത്തുവാനുള്ള ഒരു വലിയൊരു മിടുക്ക്, താൻ പരിചയിക്കുന്ന, കേട്ടറിയുന്ന
കാര്യത്തെ വളരെ ലളിതമായ മനോഹരമായ ഭാഷയിലൂടെ പരിചയപ്പെടുത്തുവാനുള്ള ഒരു പ്രത്യേക കഴിവ് എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായും ഒരു കലയെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ അറിയണമെങ്കിൽ അത്രമാത്രം ആഴത്തിൽ അത് പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. ഒരു കാര്യം പോലും അത് അറിയാവുന്നവർക്കറിയാം, എവിടെയെങ്കിലും പിഴവ് പറ്റിയാൽ. തീർച്ചയായിട്ടും അതിൻ്റെ ഈ തെയ്യം മാനവികതയുടെ വരവിളി എന്ന പേരിൽ പ്രമോദ് പയ്യന്നൂർ സാർ അതിനൊരു വളരെ പ്രസക്തമായൊരു അവതാരിക അത് ഈ കൃതിക്ക് മകുടം ചാർത്തി അങ്ങനെ നിൽക്കുന്നുണ്ട്. തെയ്യത്തിൻ്റെ നാട്ടിലെ വിശേഷങ്ങൾ സാർ പറഞ്ഞു ഇവിടെ. അത് അനുഭവിച്ച് പരിചയിച്ചറിഞ്ഞ ഒരാളിൽ നിന്ന് വരുന്ന വാക്കുകളെന്ന് പറഞ്ഞാൽ അത് വളരെ ഏറെ ശ്രദ്ധേയമാണ്. അപ്പോൾ വടക്കൻ മലബാറിൽ അതും മറ്റൊരു സംസ്കൃതിയിലുള്ള കലാരൂപത്തിൻ്റെ സവിശേഷതയെ പഠിച്ച് അറിഞ്ഞ് എഴുതുക എന്നത് സാംസ്കാരികതയുടെ ഒരു ഉത്ബോധമാണെന്നും അത്തരം മാനവികത മുന്നോട്ട് വെച്ച ഒരു എഴുത്തുകാരിയാണെന്നും ഒക്കെ അദ്ദേഹം അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അവതാരികയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. സാർ തന്നെ ഇവിടെ സൂചിപ്പിച്ചു പൊട്ടൻ തെയ്യത്തിൻ്റെ കഥ. വിവിധ തെയ്യങ്ങൾ നമുക്ക് തെയ്യമെന്നറിയാം, പക്ഷെ അതിനകത്ത് എന്തെല്ലാം ഘടകങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ചമയം തൊട്ട് അതിൻ്റെ പുരാവൃത്തങ്ങൾ ഒക്കെ വളരെ അനുഷ്ഠാന രീതിയിൽ തന്നെ അത് കണ്ടറിഞ്ഞ് അത്രയും ദിവസം അതിനുവേണ്ടി അർപ്പണ മനോഭാവത്തോടെ നിന്നുകൊണ്ട് ഒരു ജനത ഒന്നാകെ ശ്രദ്ധേയമായ പൊട്ടൻ തെയ്യത്തെ അതിൻ്റെ പിന്നിലുള്ള പുരാവൃത്തത്തേക്ക് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൃതി ഇങ്ങനെ പറയുന്നത് കൊണ്ട് കിട്ടുന്നതിനേക്കാളും ഇത് വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി അതും തന്നെ വേറൊരു ലോകമാണ്. പുസ്തകം നേരിട്ട് വായിക്കണം, അപ്പോഴാണ് അത്രയും കൂടുതൽ അറിയാൻ കഴിയുന്നത്. പിന്നെ ഇതിൽ പുസ്തക പരിചയം ആയതുകൊണ്ട് ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങളിലൂടെ ഞാനൊന്ന് കടക്കുകയാണ്. ഇതിൻ്റെ ഉള്ളടക്കത്തിൽ തെയ്യാട്ടം, പ്രധാന തെയ്യങ്ങൾ, ഇങ്ങനെ 2 ഭാഗങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതിനകത്ത് തെയ്യാട്ടം എന്ന ഭാഗത്ത് അതിൽ തെയ്യം എന്ന അനുഷ്ഠാന കല നടക്കുന്ന പ്രദേശങ്ങൾ എവിടെയൊക്കെയാണ്, അതിൻ്റെ ആദ്യ രൂപം എന്താണ്, കളിയാട്ടം, തെയ്യ സ്ഥാനങ്ങൾ എവിടെയാണ്, തെയ്യം നടക്കുന്ന കാവുകൾ, അപ്പോൾ അതിനുള്ള അനുഷ്ഠാനങ്ങൾ, അതിൻ്റെ ഐതിഹ്യം, തെയ്യം കെട്ടുന്നവരാരൊക്കെയാണ്, വിവിധ ജാതിക്കാർ, ഓരോന്നിനും ഓരോ പ്രത്യേക ആൾക്കാരുണ്ട്, അതുപോലെ ചമയങ്ങൾ, അതുപോലെ ആചാര അനുഷ്ഠാനങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ തോറ്റം പാട്ട് വേണം. അതുപോലെ തെയ്യങ്ങളുടെ ചലനങ്ങൾ, ആചാര പേരുകൾ, തെയ്യാട്ടത്തിലെ ദേവതകൾ തുടങ്ങിയവയെല്ലാം വളരെ സവിസ്തരം ഇതിനകത്ത് ആദ്യ ഭാഗത്ത് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉത്തര കേരളത്തിൻ്റെ ജനകീയ അനുഷ്ഠാന കലയായ തെയ്യത്തിലെ പുരാവൃത്തവും ഞാനെടുത്തത് ഇതായിരുന്നു. പുരാവൃത്തം, അവതരണം, പ്രാദേശികത എന്നിവയിലെല്ലാം ഉള്ള സ്ത്രീ സ്വത്വത്തിൻ്റെ വിവിധ തലങ്ങളാണ് ഞാൻ കണ്ടെത്താനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഉത്തര കേരളത്തിൽ പാലക്കാട്, ഇപ്പോൾ തെയ്യം എന്ന് പറയും തെയ്യാട്ടം. എന്താണ് ഉത്തര കേരളത്തിൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഇത് അനുഷ്ഠാന കലാരൂപമായിട്ട് തന്നെ നിലനിൽക്കുന്ന ഈ തെയ്യം ആചാര അനുഷ്ഠാനങ്ങളിലെയും ജീവിതക്രമത്തിലുമൊക്കെ വൈവിധ്യം പുലർത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇത് തന്നെ പാലക്കാട് വരുമ്പോൾ പൂതനും തിറയും എന്ന് പറയും. അതുപോലെ മലപ്പുറത്തും കോഴിക്കോട്ടും തിറ എന്ന് പറയുന്നു. കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിൽ തെയ്യം, അതുപോലെ കാസർഗോഡും തെക്കൻ കാൻഡ്രയിലുമൊക്കെ പൂതം എന്ന പേരിലുമൊക്കെ അത് അവതരിപ്പിക്കുന്നു എന്ന് കാവുകളെ കേന്ദ്രീകരിച്ച് എന്ന് പറയുന്നുണ്ട്. കാവുകളെ കേന്ദ്രീകരിച്ച് പൂതം, തെയ്യം, തിറ തുടങ്ങിയവയുമായി അവതരിപ്പിക്കപ്പെടുന്നവയൊക്കെ ദേവപ്രീതിക്കായാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പറഞ്ഞ പോലെ തെയ്യം എന്ന് പറയുമ്പോൾ അത് ദൈവം അതിൻ്റെ തത്വരൂപമായിട്ടാണ് കാണുന്നത്. വിവിധ, അതായത് ബ്രാഹ്മണർ, വണ്ണാൻ, മലയൻ, മാവിലൻ, വേലൻ, മുന്നൂറ്റാൻ, അഞ്ഞൂറ്റാൻ, പുലയൻ, കോപ്പാളൻ, ചിങ്കത്താൻ, പാണൻ, ചിറവൻ, ഇങ്ങനെ തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്നവരെല്ലാം ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ തന്നെ കാവുകളിൽ മാത്രം കെട്ടിയാടുന്നവയുണ്ട്, വീടുകളിൽ മാത്രം കെട്ടിയാടുന്നവയുണ്ട്, കാവുകളിലും വീടുകളിലും കെട്ടിയാടുന്നവയുണ്ട്. ഇങ്ങനെ പ്രധാനമായിട്ട് 3 സാഹചര്യങ്ങളിൽ കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങളുമുണ്ട്. എന്തുകൊണ്ട് തെയ്യത്തെ അത്യുത്തര കേരളത്തിൻ്റെ സംസ്കാരം ആയിട്ട് കാണാം എന്ന് പറഞ്ഞാൽ, പ്രകൃതി മനുഷ്യ പാരമ്പര്യത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ മനുഷ്യ സംസ്കാരം ഉടലെടുക്കുകയും തെയ്യം അത് പ്രത്യക്ഷീകരിക്കുകയും ചെയ്യുന്നു എന്ന് MP ദാമോദരൻ സ്ഥാപിക്കുന്നുണ്ട്. ഇതിനോട് സാമ്യം നിൽക്കുന്ന മറ്റൊരു പ്രസ്താവന ശ്രീ രാഘവൻ പറയുന്നു. അതായത് തുളുനാടിൻ്റെ പൗരാണിക സംസ്കൃതി അതിൻ്റെ ശുദ്ധരൂപത്തിൽ സചേതനമായി ഇന്ന് നിലനിൽക്കുന്നത് തെയ്യ സങ്കല്പത്തിലാണ്. അദ്ദേഹത്തിൻ്റെ തുളുനാട് ഭാഷയും നാട്ടറിവും എന്ന പുസ്തകത്തിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച. അപ്പോൾ തെയ്യോപാസന എന്നത് തുളു സംസ്കൃതിയുടെ വേരാണ് എന്ന് ലക്ഷ്മി നാരായണ ആൾവ പറയുന്നുണ്ട്. അതേക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വടക്കേ മലബാറിലെ മനുഷ്യർ, നമ്മൾ അതിനോടടുത്ത് ഇടപഴകുമ്പോൾ അറിയാം, അവിടുത്തെ ജനങ്ങളെല്ലാം മനുഷ്യർ ജനിക്കുന്നതും ജീവിക്കുന്നതും തെയ്യങ്ങൾ ഒപ്പമാണ്. അത് ചില മാനവശാസ്ത്ര നിർവചനങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കി തന്നെ നമുക്ക് പറയാൻ കഴിയും. സംസ്കാരം എന്നാൽ അത് പഠിച്ചതും സാമൂഹികമായി പകർന്നു കിട്ടിയതുമായ ശീലങ്ങളുടെ സാകല്യം എന്ന് കീസിങ് പറയുന്നുണ്ട്. അപ്പോൾ വിവിധ ലോക സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന
അമ്മ ദേവതാ സങ്കല്പം, ഞാൻ അതിലാണ് തുടങ്ങിയത് എൻ്റെ തീസിസിൽ. അമ്മ ദേവതാ സങ്കല്പം അത് ഭാരതത്തിൽ ശക്തിയാരാധനയായി രൂപപ്പെട്ടിരുന്നു. അത് പിന്നീട് ഭൂമിയെ നമ്മൾ അമ്മയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് ദേവതാരാധന നടത്തുന്ന ജനങ്ങളെയെല്ലാം പ്രകൃതിയുമായി സമരസപ്പെടുന്നത് കാണാം. അപ്പോൾ അന്ന് തായ്പര ദേവത, അത് ഇതിൽ 2ാം ഭാഗത്തിൽ മോന സുരേഷ് പറയുന്നുണ്ട്. തായ്പര ദേവത, വിവിധ അമ്മ ദൈവങ്ങൾ അത്തരത്തിൽ പറയുന്നുണ്ട്. കോല സ്വരൂപത്തിൽ തന്നെ പിന്നെ തിരുവർക്കാട്ട് ഭഗവതി, മാടിക്കാവ് ലച്ചി, കാരക്കീൽ ഭഗവതി, എല്ലാത്തിനെ കുറിച്ചും പറയാൻ പറ്റില്ല. പുസ്തകം വായിച്ചാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ ദേവിയാൽ ഭഗവതി, നാഗച്ചേരി ഭഗവതി, നെല്ലിക്കാൽ ഭഗവതി, വയലിച്ചേരി ഭഗവതി, ഇങ്ങനെ വിവിധ പേരുകളിൽ തന്നെ ഈ തായ്പര ദേവതകൾ അറിയപ്പെടുന്നു. അപ്പോൾ ഈ തെയ്യങ്ങളിൽ കാണുന്ന മാതൃദേവതകളെ നമുക്ക് ഗ്രാമദേവതകൾ, രണദേവതകൾ, അത് എം.വി. വിഷ്ണു നമ്പൂതിരിയുടെ പിന്നെ തെയ്യം തിറത്തോറ്റങ്ങൾ ഒരു പഠനം എന്ന പുസ്തകത്തിനകത്ത് അങ്ങനെ തിരിക്കുന്നുണ്ട്. ഗ്രാമദേവതകൾ, രണദേവതകൾ, മരക്കലത്തിൽ ഏറി വന്ന ദേവതമാരുണ്ട്, അവരെ മരക്കല ദേവതകൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഈ 2ാം ഭാഗത്തിനകത്ത് കാണാം. 2ാം ഭാഗത്തിനകത്ത് വരുന്നത് പ്രധാന തെയ്യങ്ങൾ. അതിനകത്ത് കരിവന്നൂർ വീരൻ തെയ്യം, അത് നമുക്കറിയാം, മന്തപ്പൻ്റെയും ചെമ്പരത്തിയുടെയും ഒക്കെ കഥ. അത് ചെമ്പരത്തി തറയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കൂൾ ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അതുപോലെ വിഷ്ണുമൂർത്തി തെയ്യം, ചാമുണ്ഡി തെയ്യം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് അതിലെ വേഷം, എന്താണ് അതിലെ ഐതിഹ്യം, എന്താണ് എന്നൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. മുത്തപ്പൻ തെയ്യം പേര് കേൾക്കുമ്പോഴേ അറിയാം, പരമശിവൻ്റെ ഭൂതഗണങ്ങളിൽ ഒന്നായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഐതിഹ്യം കൊടുത്തിട്ടുണ്ട്. ഗുളികൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗുളികൻ തെയ്യം, എന്താണ് ഗുളികൻ തെയ്യം? ശിവൻ്റെ പ്രധാനപ്പെട്ട യോദ്ധാവ് അല്ലേ? ഗുളികൻ വന്നിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല. അതായത് അതിൻ്റെ ഗുളികൻ്റെ പ്രത്യക്ഷ ദർശനം മരണത്തിന് കാരണമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് ഗുളികൻ തെയ്യം എന്ന് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ പാലോട്ട് ദൈവം എന്ന് പറഞ്ഞ് അത് മത്സ്യാവതാര മൂർത്തിയെ കേന്ദ്രമാക്കിക്കൊണ്ട് അതിനകത്തും ഐതിഹ്യമുണ്ട്. ഓരോന്നിനകത്തും ഇതുപോലെ ഓരോ ഐതിഹ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പൂമാരുതൻ തെയ്യം, ആര്യപ്പൂമാല എന്നൊക്കെ പറയുന്ന അതുപോലെ പൊട്ടൻ തെയ്യത്തിൻ്റെ സാർ പറഞ്ഞു. അത് ഈ സമൂഹത്തിലെ ജാതീയ ഉച്ചനീചത്വങ്ങളൊക്കെ വളരെ ശക്തമായിരുന്ന ഒരു കാലത്ത് മനുഷ്യരെല്ലാം സമമാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ഒരു കീഴ്ചാടിത്തരം. അതാണ് പറയുന്നത്. പരമശിവൻ ഇങ്ങനെ ചണ്ടാല വേഷം ധരിച്ച് വന്ന് ശങ്കരാചാര്യരെ പരീക്ഷിച്ച ഒരു കഥയാണ് അതിനകത്ത് വരുന്നത്. മാറിപ്പോകാനായിട്ട് പറയുന്നു. അവസാനം കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്യുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു എന്താണ് എത്ര ഔന്നത്യത്തിലെത്തിയാൽ പോലും ഒരിക്കലും ഇതാണല്ലേ നമ്മുടെ എല്ലാം ചോരയൊക്കെ ഒന്നാണ് എന്ന് പറയുന്നത് സാറിവിടെ സൂചിപ്പിച്ചു. അത് പിന്നെ അതേപോലെ വേട്ടയ്ക്കൊരു മകൻ തെയ്യം, ശിവാംശൻ, ശിവപാർവതിമാർ വേട രൂപം ധരിക്കുന്നതാണ് അതിൻ്റെ ഐതിഹ്യത്തിൽ വരുന്നത്. അത് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ഒരു സമയമില്ലാത്തത് കൊണ്ട് തീർച്ചയായും ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വളരെ വിശദമായി തന്നെ അത് പഠിച്ച് അതിനെക്കുറിച്ച് പിന്നെ മോന സുരേഷ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ അമ്മ ദൈവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ അമ്മ സങ്കല്പം, തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു അമ്മ ദൈവ സങ്കല്പം, അതിന്നും ഈ കലാരൂപങ്ങളിലെല്ലാം കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അതാണ് ഈ കലകളൊക്കെ ഏതൊക്കെ അവതരിപ്പിച്ചാലും അതിലൊക്കെ ഒരു സ്ത്രീ സാന്നിധ്യം, സ്ത്രീ ശാക്തീകരണം, സമത്വ ഭാവം കുടികൊള്ളുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിനകത്ത് തന്നെ ഭദ്രകാളി തെയ്യമുണ്ട്, കുണ്ടറ ചാമുണ്ടി അതിൻ്റെ ഐതിഹ്യം ഇതിനകത്തുണ്ട്, കണ്ടംഭദ്ര തെയ്യമുണ്ട്, പിന്നെ അതുപോലെ മൂവാളം കുഴി ചാമുണ്ടി തെയ്യം, ഈ അത്തരത്തിൽ പിന്നെ അതുപോലെ പുതിയ ഭഗവതി തെയ്യം, പടമടക്കി ഓരോന്നിനും പ്രത്യേകമായ അനുഷ്ഠാന രീതികളുണ്ട്, ചമയങ്ങളിൽ അതിൻ്റെ പ്രത്യേകതയുണ്ട്, അതിനൊരു ഐതിഹ്യമുണ്ട്. അതത്രയും വളരെ ദീർഘവീക്ഷണത്തോടു കൂടെ തന്നെ ഇതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് മുച്ചിലോട്ട് ഭഗവതി തെയ്യം. ഞാൻ പഠിച്ച 2 തെയ്യങ്ങളാണ്. ശരിക്കും കുറേ സ്ത്രീ സ്വത്വാംശം കൂടുതൽ വരുന്ന തെയ്യങ്ങൾ മുച്ചിലോട്ട് ഭഗവതി തെയ്യവും മാക്കപ്പോതിയും ഞാൻ പഠിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ മുച്ചിലോട്ട് കാവുകളെന്ന് പറഞ്ഞാൽ 104 രചനകളൊത്ത് സാർ എഴുതിയ പുസ്തകത്തിനകത്ത് വാണിയ സമുദായവും മുച്ചിലോട്ട് ഭഗവതി, അതിനകത്താണ് തോന്നുന്നു ഏറ്റവും അവസാനത്തെ കണക്ക് 104 മുച്ചിലോട്ട് കാവുകളുണ്ട്. അപ്പം ഈ കാവുകളിലൊക്കെ പുരാവൃത്തം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആഴത്തിലിറങ്ങി പഠിക്കുമ്പോഴാണ് നമ്മളത് അറിയുന്നത്. എൻ്റെ തീസിസിൽ ഏതാണ്ടൊരു 3-4 പുരാവൃത്തങ്ങൾ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സാർ പറഞ്ഞ ആ കഥ കേട്ട് കാണും. ദേരമംഗല ഇല്ലത്തെ ആ പെൺകൊടി, പിന്നെ അവൾ എല്ലാ കലയിലും ശാസ്ത്രത്തിലുമൊക്കെ പണ്ഡിതയായി അങ്ങനെ കടന്നു വന്ന കാലം എല്ലാവരും അത്ഭുതത്തോടെയൊക്കെ നോക്കുന്നു. ഒരു പെണ്ണിങ്ങനെ ഉയർന്നു വരുന്നത് കാണുമ്പോൾ ആ സമൂഹം തീർച്ചയായിട്ടും എന്ത് ചെയ്യും? മിടുക്കിയാണെന്ന് കുടുംബം മാതാപിതാക്കൾക്കും ഒക്കെ സന്തോഷമായിരുന്നു. മകളെല്ലാത്തിലും കലയിലും ശാസ്ത്രത്തിലും വിദ്യ അഭ്യസിച്ച് മിടുക്കിയായി വന്നപ്പോൾ അവളെ തോൽപ്പിക്കാൻ ആരുമില്ല. അവൾ പറഞ്ഞു, എന്നെ വാദപ്രതിവാദത്തിൽ തോൽപ്പിക്കുന്ന ആളിനെ ഞാൻ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞു.
പക്ഷേ അവിടെ വന്ന് എല്ലാവരും വന്നു, തർക്കിച്ചു. അവസാനം ഇവളെ തോൽപ്പിക്കാൻ ഋഗ്വേദം, മറ്റ് തർക്കശാസ്ത്രം എല്ലാറ്റിലും പറഞ്ഞു. അവസാനം അവളെ തോൽപ്പിക്കുവാൻ പിന്നെ ഒരു നിവർത്തിയില്ലാതെ വന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഏറ്റവും വേദന, ഇപ്പോൾ പ്രസവവേദന എന്ന് പറയുന്നു, ഏറ്റവും നല്ല രസം എന്ന് പറഞ്ഞാൽ കാമരസം എന്ന് പറയുന്നു. ഇവളൊന്നും അനുഭവിക്കാതെ എങ്ങനെ ഇതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് അവളെ പുറത്താക്കി പിന്നെ അവൾ പോകുന്നതൊക്കെയാണ് അതിനകത്ത് കാണുന്നത്. ഉച്ചിലോട്ട് പാതി ഈ ഓരോ കാവുകളിലും അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കലകൾ അനുഷ്ഠാനത്തിൻ്റെ രീതിയിൽ തന്നെ മാറ്റമുണ്ട്. പക്ഷേ ഈ കലാകാരന്മാരൊക്കെ അതിനു വേണ്ടി അത് ഉൾക്കൊണ്ട് എനിക്ക് തോന്നുന്നു ട്രെയിൻ യാത്രക്കിടയിലും അവിടെ പോയപ്പോഴും ഒക്കെ ഈ കലാകാരന്മാരെ പിറകെ കൂടിയ ഒരു സമയം ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളായിരുന്നു. തീസിസ് വയ്ക്കുക, എത്രയും പെട്ടെന്ന് അതിനകത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് വയ്ക്കുക. അപ്പോൾ ഈ അനുഷ്ഠാന കലകൾക്കുള്ളിലെ പുരാവൃത്തങ്ങളിലൊക്കെ സമൂഹത്തിൻ്റെ ആഗ്രഹങ്ങളാണ് അവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. നമുക്കറിയാം, ജീവിച്ചിരുന്നപ്പോൾ ഈ പെണ്ണിന് അതിനുള്ള ഒരു ശക്തി, താൻ ഇത്രയും കഴിവുണ്ടെന്ന് അംഗീകരിക്കാത്ത സമൂഹം ദൈവമായി തെയ്യമായി വന്നപ്പോൾ ഈ ഒരു ജനസമൂഹം മുഴുക്കെ അവൾ അംഗീകരിക്കുന്നു. ആ ഒരു വ്യത്യാസം. ഇവയൊക്കെ വളരെ പ്രബോധനാത്മകമായ കഥകളാണ് അല്ലേ? സമൂഹത്തെ, സ്ത്രീ പുരുഷ സമത്വത്തെ ഒക്കെ അത്തരം കഥകളും ആ പ്രപഞ്ചത്തെയും സംസ്കാരത്തെയും ഒക്കെ വ്യാഖ്യാനിക്കുന്നതോടൊപ്പം സമൂഹത്തിൻ്റെ ആഗ്രഹങ്ങളും അവയിൽ സാക്ഷാത്കരിക്കുവാനും ശ്രമിക്കുന്നു എന്ന് H.W. റൈറ്റിനെ പോലെയുള്ള എഴുത്തുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ പ്രകൃതിയുടെ പ്രാകൃതിക അംശം, പ്രകൃതിയുടെയൊക്കെ അംശം അതിനകത്ത് ഉൾക്കൊള്ളുന്നു. അങ്ങനെയുള്ള പരമ്പരാഗതമായ കഥകൾ ഇതിനകത്ത് കടന്നു വരുന്നു. അത്തരത്തിലുള്ളതാണ് വാണിയ സമുദായത്തിൻ്റെ അവതരിപ്പിക്കുന്ന ഈ മുച്ചിലോട്ട് ഭഗവതി തെയ്യങ്ങളെല്ലാം തന്നെയുള്ളത്. അപ്പോൾ ഈ പുരാവൃത്തത്തിനെയൊക്കെ തന്നെ അപ്പോൾ ആ ഒരു രീതിയിലേക്ക് രണ്ടായിട്ട്, അതായത് ഒരു ജാതിക്കോ വർഗത്തിനോ ഉള്ളിൽ മാത്രം നിൽക്കുന്ന പുരാവൃത്തത്തെ ഉച്ചപുരാവൃത്തം എന്ന് പറയും. ഡോക്ടർ രാഘവൻ പയ്യനാട് സാർ ഫോക്ലോറിൽ അതേക്കുറിച്ചൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ തായ്പര ദേവതകളെക്കുറിച്ച് പറഞ്ഞു. സ്ത്രീയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്ത് പ്രബോധനാത്മകത. ഇതിൽ തായ്പര ദേവതയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഇതിൽ ദേവാസുര യുദ്ധത്തിൽ 66 കോടി അസുരന്മാരെ നിഗ്രഹിച്ചുകൊണ്ട് 30 മുക്കോടി ദേവന്മാരെ രക്ഷിച്ച പന്നിക്കുളത്ത് ചാമുണ്ടി, അത് സ്ത്രീ തെയ്യങ്ങളിൽ ഏറ്റവും വീര്യമുള്ള ദേവതയാണ്. നോക്കണം, സ്ത്രീയെ എത്രമാത്രം ശക്തിയായ ധീരയായ വനിതയായിട്ടാണ് കാണുന്നത്. നമ്മുടെയൊക്കെ ഉള്ളിൽ സാക്ഷാത്കരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ നമ്മൾ ഇതിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുകയാണ്. അമ്മ ദൈവ സങ്കല്പം, അമ്മയോടുള്ള ഒരു ആരാധന. മലനാട്ടിലേക്ക് നാട്ടുപരദേവതയായി വന്ന കുണ്ടറ ചാമുണ്ടിയുണ്ട്. അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഏകദേശം ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മോഹന സുരേഷ് ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളും അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുണ്ടറ ചാമുണ്ടി അതും ദാരിക അന്തകിയായിട്ട് ദാരികനെ നിഗ്രഹിക്കുന്നതാണ്. ദാരിക ദാനവേന്ദ്രന്മാർ ഭൂമിയിൽ ആ തിന്മ സൃഷ്ടിക്കുന്ന, ജനങ്ങൾക്കൊക്കെ ദോഷം ഉണ്ടാക്കുന്ന അവരെയൊക്കെ നിഗ്രഹിക്കുവാൻ വേണ്ടി അവതരിച്ചതാണ് ഈ ദേവതമാരെന്ന് പറയുന്നത്. പരമേശ്വരൻ്റെ അംശം ഉൾക്കൊണ്ട് കടന്നു വന്നവരുണ്ട്. ഓരോന്നിലും ഇത്തരത്തിലുള്ള അംശങ്ങൾ നമുക്ക് ഈ കുണ്ടറ ചാമുണ്ടി തോറ്റത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ശ്രീ മഹാദേവൻ തിരുവടിയുടെ 3-ാം തൃക്കണ്ണുമേൽ കനലരികെ പൊടിക്കിളര പൊടിച്ചുണ്ടായ കാളി എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് കുണ്ടറ ചാമുണ്ടി തോറ്റത്തിലെയാണ്. തോറ്റം പാട്ടുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യർക്കുണ്ടാകുന്ന വസൂരി, നട്ടപ്രാന്ത് തുടങ്ങിയ രോഗങ്ങൾ മാറ്റി രക്ഷിക്കുവാനാണ് ശിവൻ ഈ കാളിയെ സൃഷ്ടിച്ചതെന്ന് തോറ്റം പാട്ടിൽ പറയുന്നുണ്ട്. യുദ്ധദേവതകൾ, രോഗദേവതകൾ, മരക്കല ദേവതകൾ, അങ്ങനെയൊക്കെ ദേവതകളെ തോറ്റം പാട്ടുകളിൽ വർണ്ണിക്കുന്നുണ്ട്. പിന്നെ ഇതെടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വാചാലയായി പോകും. അത്ര ഓരോന്നും തരം തിരിച്ച് കന്യകാത്വം നിലനിർത്തുന്ന ദേവതമാരിലാണ് ഈ പറയുന്ന ഉച്ചിലോട്ട് ഭഗവതി, പഞ്ചുരുളി തെയ്യം, നാഗകന്നി, കന്നിമായ അങ്ങനെയൊക്കെ ഉള്ളത് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ വിവാഹം നിശ്ചയിച്ച മുച്ചിലോട്ട് ഭഗവതിക്ക് താലി കെട്ടാൻ തുടങ്ങുമ്പോൾ അന്തിത്തിരിയന് വല്ലായ്മ എന്ന് വിളിച്ച് പറഞ്ഞ് ചടങ്ങ് മുടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് മുച്ചിലോട്ട് ഭഗവതിയല്ല, ആ കന്യകയുടെ വിവാഹം നടക്കുവാൻ സമ്മതിക്കുന്നില്ല. അവസാനം എന്ത് ചെയ്യുന്നു? മരണാനന്തരം തെയ്യങ്ങളായി മാറിയ വീരവനിതയായിട്ട് മുച്ചിലോട്ട് ഭഗവതി തെയ്യവും മാക്കപ്പോതി വിവാഹം കഴിഞ്ഞ് അതിൻ്റെ കഥയിലേക്ക് ഞാൻ വരാം. അപ്പം മുച്ചിലോട്ട് ഭഗവതിയുടെ കല്യാണം മുച്ചിലോടുകളിൽ ഉത്സവ നിറവോടെ ഒരു വ്യാഴവട്ടക്കാലം ഇടവേളയോടെ അവതരിപ്പിക്കുന്നതിന് എന്ത് പേരും? അതാണ് പെരുങ്കളിയാട്ടം എന്ന് പറയുന്നത്. അതിന് തന്നെ ധാരാളം ചടങ്ങുകൾ, ഈ ചടങ്ങുകൾ അത്രയും ഞാൻ ഫിസിക്സിൽ പോയി കണ്ടറിഞ്ഞ് തന്നെ അതൊക്കെ എഴുതിയിട്ടുണ്ട്. കളിയാട്ടം തീരുമാനിക്കൽ തൊട്ട് കരിയടിക്കൽ, അവസാനം ശുദ്ധവൃത്തി നടത്തുന്നത് വരെയുള്ള ചടങ്ങുകളെല്ലാം
അപ്പോൾ അവിടെയാണ് ഈ മുച്ചിലോട്ട് കാവുകളായിട്ട് 104 മുച്ചിലോട്ട് കാവുകൾ. അപ്പോൾ അവസാനം ഉള്ള കണക്ക് അതാണ്. ഇനിയും കാണുമായിരിക്കും. ജയചന്ദ്രൻ കിഴോത്ത് സാറ് അതിനകത്ത് രേഖപ്പെടുത്തുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം ഉണ്ടായത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ മുച്ചിലോടാണ്. ശരിക്കും ആ നാട്ടിലെ ഒരാളെ കണ്ട് കൂടുതൽ അറിയാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഠിക്കണം. മോഹനയ്ക്ക് ഒരുപാട് പഠിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു. ശരിക്കും അതിലോട്ട് കാലെടുത്ത് വെച്ചതേ ഉള്ളൂ. തീർച്ചയായിട്ടും വിചാരിക്കുന്ന കാര്യത്തിൽ ഡോക്ടറേറ്റ് നല്ല കുറേ കാര്യങ്ങൾ ഇതിലേക്ക് കാല് വെച്ചതാണ്. അത് പുറകോട്ട് പോകരുതെന്നേ എനിക്ക് പറയാനുണ്ട്. അപ്പം ഈ മുച്ചിലോട്ട് കാവുകൾക്ക് ഏകദേശം 3000 വർഷത്തെ പഴക്കം ഈ പറഞ്ഞ കരിവള്ളൂർ മുച്ചിലോട്ട് കാവിന് ഉണ്ടെന്ന് പറയുന്നു. ഇനി ഞാൻ വേറൊരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മാക്കപ്പോതി തെയ്യം ഞാൻ അവിടെ ചെന്ന് കണ്ട് അനുഭവിച്ച് പരിചയിച്ച ഒരു കലാരൂപമാണ് മാക്കപ്പോതി എന്ന് പറയുന്ന ഒരു തെയ്യം. അത് ചാല പുതിയ വീട് അവിടെ ചെന്ന് താമസിച്ചു. അതിനു വേണ്ടി ശരിക്കും നമ്മൾ ഈ പറയുന്നതല്ല, അത് അനുഭവിക്കണം അല്ലേ? അത് നമ്മൾ അനുഭവിച്ച് അത്രയും, കാരണം അതിൻ്റെ ആ ചടങ്ങുകൾ അത്രയും അവസാന നേരം വെളുക്കുമ്പോൾ അല്ലേ നമ്മളെല്ലാം ഇങ്ങനെ അനുഗ്രഹത്തിനായിട്ട് നിൽക്കുന്ന ഒരു സമയം, അതുമൊക്കെ അവിടെ ഉണ്ട്. അതായത് പുരുഷാധികാരത്തിനാൽ കുലമഹിമയ്ക്കും ഏഷണിക്കും പുരുഷാധികാരത്തിന് മുന്നിൽ ഏറ്റവും പ്രിയപ്പെട്ടവരാൽ ജീവനൊടുക്കപ്പെട്ട കുഞ്ഞിമാക്കം മാക്കപ്പോതിയായി പുനരവതരിക്കുന്നതാണ് ഇതിലെ പുരാവൃത്തം എന്ന് പറയുന്നത്. അപ്പം സന്തതിക്കൊക്കെ വേണ്ടി മക്കൾക്ക് നല്ലതൊക്കെ വരുത്തുന്നതിന് വേണ്ടി ഭക്തിപൂർവ്വം വഴിപാട് സമർപ്പിക്കുന്ന നായരച്ചി എന്ന ഡോക്ടർ ഹെർമൻ കുണ്ടാത്ത് അത് മാക്കത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പം ചാല പുതിയ വീട്ടിൽ മാക്കത്തെ ആദ്യമായിട്ട് ഭഗവതിയായി കെട്ടിയാടിച്ച് ആരാധിക്കാൻ തുടങ്ങി. ചാല പുതിയ സന്താന സൗഭാഗ്യം ഉണ്ടാകാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ മാക്കപ്പോതി അനുഭവിച്ചറിഞ്ഞ അവർ ശരിക്കും ഒരു അതിൻ്റെ ഒരു അനുഭൂതി പറയാൻ പറ്റില്ല. കുഞ്ഞിമാക്കോന്ന് പറഞ്ഞിട്ട് എണ്ണ കൊണ്ടുവയ്ക്കാൻ അകത്ത് കയറി ആളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് പരത്തി ആങ്ങളമാർ വന്നപ്പോൾ ദുഷ്കീർത്തി ഉണ്ടാക്കി അവളെ എന്ത് ചെയ്യുന്നു, എല്ലാവരെ കൊണ്ടും വെറുപ്പിച്ച് അവളെ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. ഇതിനിടയിൽ വേറൊരു കാര്യമുണ്ട്. പിന്നെ മാക്കം അതിനകത്ത് കുറേ ചടങ്ങുകളുണ്ട്. പിന്നെ ഈറ്റില്ലം ചവച്ച് മാക്കം പ്രസവിക്കുന്നതൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഈറ്റില്ലത്തിനകത്ത് ഈ സ്ത്രീകളുടെ കുറേ ചടങ്ങുകളൊക്കെ അതിനകത്ത് കടന്നു വരുന്നുണ്ട്. തിരണ്ടുകുളി, പിന്നെ പുംസവനവും പുളിങ്കുടിയും എന്ന് പറഞ്ഞാൽ 7 മാസം ചടങ്ങുണ്ടല്ലോ, അത് പുംസവനവും പുളിങ്കുടിയും എന്ന് പറയും. അതുപോലെ പിന്നെ 5-ാം മാസത്തിലെ സ്ത്രീകൾക്ക് ചടങ്ങുണ്ട് നെയ്സേവ, പഞ്ചഗവ്യം നെയ്സേവ എന്ന് പറയും. അങ്ങനെ ഉള്ള ചടങ്ങുകളൊക്കെ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. കാതുകുത്തുമംഗലം, ഒരു സ്ത്രീ ജനിച്ച് വളർന്ന് അവിടെ എത്തുന്നത് വരെയുള്ള കാതുകുത്തുമംഗലം, തിരണ്ടുകുളി, പഞ്ചഗവ്യം നെയ്സേവ, പിന്നെ പുംസവനവും പുളിങ്കുടിയും 7-ാം മാസം, പിന്നെ ഈറ്റില്ലം ചതച്ച് അതിനകത്തിരിക്കുകയാണ്. അതിനകത്ത് ഈ പാട്ടുകൾക്കനുസരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ 2 മക്കളെ പ്രസവിക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അങ്ങനെ മക്കളെ പ്രസവിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും വളർന്നു വരുന്നത്, ഓടി കളിക്കുന്നത് എല്ലാം പാട്ടിനനുസരിച്ച് ആ ഒരു ജനതതി മുഴുക്കെ, ആ സമൂഹം മുഴുക്കെ അതിനോടൊപ്പം ഇരുന്ന് അനുഭവിച്ചത് കൊണ്ട് ഇങ്ങനെ ഞാൻ വാചാലിയായി പോകുന്നതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു മാക്കപ്പോതി തെയ്യം, അതെങ്കിലും ഇവിടെ ഇരിക്കുന്നവർ, ഈ തെയ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ ആ നാട്ടിലേക്ക്, സാന്ത നാട്ടിലേക്ക് പോയി ഏതെങ്കിലുമൊക്കെ കാണുവാൻ നമ്മുടെ കളക്കത്തിലൂടെ എങ്കിലുമൊക്കെ സാധിക്കട്ടെ എന്നുള്ള ഒരാഗ്രഹം ഞാൻ പറഞ്ഞു പോവുകയാണ്. ചാല പുതിയ വീട്ടിൽ പോയി മാക്കപ്പോതിയൊക്കെ കണ്ട ഒരു അനുഭവം. അപ്പോൾ തീർച്ചയായിട്ടും ആ ലോകത്തേക്ക് ഇങ്ങനെ ഒരിക്കൽ കൂടി ഇനിയും പറഞ്ഞാൽ ഞാൻ അതൊക്കെ പറഞ്ഞു പോകും. എന്തായാലും കടാങ്കോട്ട് മാക്കം, അതിൻ്റെ കഥയുണ്ട്. ആ കഥ ഓരോന്ന് ഞാൻ ആ തീസിസിൽ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാക്കത്തിനുണ്ടാവുന്ന ഈ മാക്കത്തിനെ സഹോദരങ്ങൾ കൊണ്ടുപോയിട്ട് മാക്കത്തെ പിന്നെ പെട്ടെന്ന് ആരും കാണാതെ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. സൂര്യനെ നോക്കുന്ന സമയത്ത് മാക്കത്തിനെ വെട്ടിയിട്ട് മക്കളെയും വെട്ടിക്കൊന്ന് പൊട്ടക്കിണറ്റിലിടുന്നു. ഇത് കണ്ട മാവിലോനുണ്ട്, ഞാൻ കണ്ടേന്ന് പറഞ്ഞു. മാവിലോനും അവിടെ തെയ്യമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ പിന്നീട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കിണറ്റിനകത്തുനിന്ന് വലിയൊരു പിന്നെ ജ്വാല ഉണ്ടാകുന്നു. അങ്ങനെ ഇവള് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, എന്നെ ഇങ്ങനെ കള്ളക്കേസിൽ കുടുക്കിയവർ തീർച്ചയായിട്ടും ആ കുടുംബം എല്ലാം ഇളം കുത്തി ചാവുമെന്ന് പറഞ്ഞ് ശപിക്കുന്നുണ്ട്. അവസാനം ഈ ആങ്ങളമാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചാവുന്നു. ഈ പ്രകാശം പോയി ചെന്ന് ആ കുടുംബത്തിലേക്ക് വീണ് അവിടെ എല്ലാം മരിക്കുന്നു. പിന്നീട് ഇവള് പോണ വഴി ചാല പുതിയ വീട്ടിലെ അമ്മ, ഇപ്പോഴും അവിടെ ആ പുതിയ വീടുണ്ട്, അവിടെ ഈ അമ്മ അവൾക്ക് പാല് കൊടുക്കുന്നു. വിശന്ന് തളർന്നിങ്ങനെ പോയപ്പോൾ, ഒറ്റപ്പെട്ടു പോയപ്പോൾ അവൾക്ക് പാല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ പിന്നീട് ഇത് തെയ്യമായിട്ട് മാറി അവിടെ അവതരിക്കുന്നു. അതിൻ്റെയൊക്കെ ഐതിഹ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു ഉൾക്കൊള്ളുന്നതോടുകൂടിയേ നമുക്കിതൊക്കെ അനുഭവിക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ
അനുഭവിക്കേണ്ട കുറേ സംഗതികളാണ് അതിനകത്ത്. ചിലോട്ട് ഭഗവതിയും കടാങ്കോട്ട് മാക്കത്തിൻ്റെയൊക്കെ ഞാൻ അങ്ങനെ അനുഭവിച്ച് എഴുതിയത് കൊണ്ട് അറിയാതെ വാചാലയായി പോയതാണ്, ക്ഷമിക്കണം. എന്തായാലും ആ ഒരു ലോകത്തേക്ക് ഒരിക്കൽ കൂടി സഞ്ചരിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതിലുള്ള ചരിതാർത്ഥ്യം അറിയിച്ചുകൊണ്ട് ഇനിയും ധാരാളം എഴുതിക്കൊണ്ട് സമൂഹത്തെ, സംസ്കാരത്തെ എഴുത്തുകാരി അടയാളപ്പെടുത്തുവാൻ എഴുത്തുകാരി മോഹന സുരേഷിന് സാധിക്കട്ടെ. തീർച്ചയായിട്ടും ഈ ഗവേഷണ മേഖലയിലേക്ക് കടക്കണം. മനോഹരമായ ഒരു തീസിസ് എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് സഹായിക്കാൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാകട്ടെ, മനോഹരമായ ഒരു തീസിസ് എന്തായാലും ഉണ്ടാകട്ടെ, ഡോക്ടറേറ്റ് ലഭ്യമാകട്ടെ. വീണ്ടും കൂടുതൽ എന്നെ ശ്രമിച്ച എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരോടും, പ്രത്യേകിച്ച് എൻ്റെ കളത്തട്ട് കൂട്ടരോടൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പിന്നെ മോഹന സുരേഷിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പഴശ്ശിരാജ NSS കോളേജിൽ തുടങ്ങിയപ്പോഴും അവിടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ ഡെമോൺസ്ട്രേറ്റർ ആയിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത് ആദ്യമായിട്ട്. എന്നാൽ അവിടെ ചെന്നിട്ട് ഞങ്ങൾ 3 പേരാണ് സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നത്. എൻ്റെ 2 കുട്ടികൾക്കും ബാലബുക്ക് ചേർക്കുന്ന എല്ലാ ബാലസാഹിത്യ കൃതികളും അന്നന്തരം പുസ്തകങ്ങളാണ്. റഷ്യൻ കഥ, റഷ്യൻ നാടോടി കഥകൾ എന്നൊക്കെ പറഞ്ഞുള്ള പുസ്തകങ്ങൾ വായിച്ചാലും മതിയാവില്ല. ബാലസംഘത്തിലെ പിള്ളേരും പരിഷത്തിന്റെ ബാലവേദിയിലെ പിള്ളേരും എല്ലാം കൂടെ എല്ലാവരെയും കൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ സജീവമല്ലായിരുന്നു. കുറച്ചൊന്ന് ഒരു ചെറിയ ഒരു സർവീസിന് കയറിയിരിക്കുകയായിരുന്നു ഞാനെന്ന് പറയാം. ഇനി അങ്ങോട്ട് സജീവമാകണം. അപ്പം അതുകൊണ്ട് തന്നെ പല ഫംഗ്ഷനിലും എനിക്കങ്ങനെ പങ്കെടുക്കാനും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഇനി ഞാൻ വിളിക്കുമ്പോൾ എല്ലാവരും ആ രീതിക്ക് ഞാൻ ഇപ്പം ആക്റ്റീവല്ല. പിന്നെ എൻ്റെ കൂടെ പഠിക്കുന്ന കുറേ കുട്ടികൾ, പിന്നെ ചേട്ടൻ്റെ കൂടെയുള്ള ഒത്തിരി ആൾക്കാർ, അപ്പം എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ, ചേട്ടൻ്റെ സുഹൃത്തുക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും. പിന്നെ അനിത ടീച്ചർ എപ്പോൾ ഞാൻ വിളിച്ചാലും പുസ്തകം ഞാൻ എൻ്റെ പുസ്തകം ചർച്ച ചെയ്യാനായിട്ട് ഞാൻ അനിത ടീച്ചറിനെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം അത്ര നന്നായിട്ട് എൻ്റെ ഒരു കവിതയൊക്കെ നന്നായിട്ട് പാടി ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അങ്ങനെ എന്നെക്കുറിച്ച് അനിത ടീച്ചർ പറയുമ്പോഴാണ് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു മതിപ്പ് തോന്നുന്നത്. അങ്ങനെ അപ്പം എല്ലാവരെയും പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നില്ല. എല്ലാവരും എന്നെ കരുതി അല്ലെങ്കിൽ ഞാൻ ക്ഷണിച്ചപ്പം വന്ന എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് പ്രഭാത് ബുക്സിന് ഞാൻ നന്ദി പറഞ്ഞില്ല. പ്രഭാത് ബുക്സ് അതായത് ഞാനിങ്ങനെ ഒരു മാറ്ററും കൊണ്ട് ചെന്നപ്പോൾ തന്നെ സാറ് പറഞ്ഞു, പഠനമല്ലേ, കോൺട്രവേഴ്സറി ഒന്നും അല്ലല്ലോ, ഇതങ്ങനെ പ്രശ്നമൊന്നും ഉള്ളതല്ല, നമുക്ക് മുന്നോട്ട് പോകാം എന്ന രീതിയിൽ സാറ് നല്ല സഹകരണത്തോടുകൂടി ബുക്ക് അടിച്ചു തന്നു, ഇതുവരെ എത്തിച്ച്. നല്ല ബുക്ക്, സത്യമാണ്. ഇത്രയൊക്കെയാണ്. വളരെയധികം നന്ദിയുണ്ട്. എല്ലാവർക്കും നന്ദിയും. എനിക്ക് എൻ്റെ മനസ്സിൽ നിന്നാണ് നന്ദി പറയുന്നത്. വളരെയധികം നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ പ്രമുഖ വ്യക്തികളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 7 പതിറ്റാണ്ടിലധികമായി കേരളത്തിലെ പുസ്തക പ്രസ്ഥാന വിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഭാത് ബുക്ക് ഹൗസിന്റെ പ്രതിനിധി എന്ന നിലയിലും പ്രഭാതിന്റെ എഴുത്തുകാരുടെ സംഘടനയായ നമ്മുടെ പ്രിയങ്കരനായ പ്രമോദ് പയ്യന്നൂരാണ്. നാടകരംഗത്ത്, സിനിമാ രംഗത്ത് അങ്ങനെ അദ്ദേഹം കൈവെക്കാത്ത മേഖലയില്ല. കൈവച്ച മേഖലകളിലെല്ലാം ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഈ വേദി തന്നെ ഒരു സർക്കാർ സംവിധാനം എത്ര ഭംഗിയായി നടത്തണം എന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പലപ്പോഴിലൂടെ വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പറ്റി വളരെ ആവേശപൂർവ്വം സംസാരിച്ചപ്പോൾ എനിക്കും ഇത്തിരി ആവേശം വരികയാണ്. അദ്ദേഹം പയ്യന്നൂരിലാണ് ജനിച്ചതെങ്കിൽ ഞാൻ ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കടാങ്കോട്ട് മാക്കപ്പോതിക്കാവ് എന്നൊരു വെളിപ്പാട് അകലെയുള്ള പനോന്നേരി എന്നൊരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ഈ മാക്കപ്പോതിക്കാവ് ചാലയിലൊരു ഭഗവതി ക്ഷേത്രം, മാക്കപ്പോതിക്കാവിന് തൊട്ടടുത്തൊരു മുത്തപ്പ ക്ഷേത്രം, അതിന് പുറത്തപ്പുറത്തൊരു 32 തെയ്യങ്ങളുള്ള